PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനൊടുവിൽ സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയോടെയാണ് കത്തയച്ചത്. കത്ത് വൈകുന്നതിൽ അതൃപ്തി അറിയിക്കാൻ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കത്തയച്ചിരിക്കുന്നത് എന്നാണ് ആർ ശ്രീജിത്ത് അറിയിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം വന്നതാണ്. കത്ത് കത്തയച്ചില്ലെങ്കിൽ അപ്പോൾ കാണാം എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതാണ്. ഇപ്പോൾ കത്തയച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് വാക്കാൽ കേന്ദ്രത്തെ അറിയിച്ചു. കത്ത് അയക്കുമെന്ന് പറഞ്ഞതാണ് അദ്ദേഹം ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയ സമയത്ത്. പക്ഷേ ഒരു സമയം പറഞ്ഞിരുന്നില്ല. CPI നേതൃത്വവും പ്രതികരിച്ച ഒരു സമയപരിധി അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ കത്ത് അയച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ഈ PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കത്ത് അത് കേന്ദ്ര സർക്കാരിന് അയച്ചിരിക്കുന്നത്. കത്ത് വൈകുന്നതിൽ CPIക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളോട് ശ്രീത്തൊടുവിൽ കത്ത് അയച്ചിരിക്കുന്നു. വിവരങ്ങൾ ശ്രീജിത്ത്. PMC പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയക്കാനുള്ള തീരുമാനമെടുത്തത് 2 ആഴ്ച മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കത്തയക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വൈകുന്നേരം 6 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പിണറായി വിജയൻ പദ്ധതിയിൽ മരവിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതുന്ന കാര്യം അറിയിച്ചത്. എന്നാൽ തീരുമാനമെടുത്ത് 13-ാം ദിവസമാണ് ഇന്നിപ്പോൾ കത്തയക്കുന്നത്. അതുതന്നെ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കത്ത് വൈകുന്നതിലുള്ള തങ്ങളുടെ അതൃപ്തി ആശങ്ക അറിയിച്ച ശേഷമാണ് കത്തയക്കാനുള്ള നിർണായകമായ നീക്കം നടന്നത്. അങ്ങനെയാണ് രാവിലെ കത്തിൻ്റെ കരട് CPI മന്ത്രിമാരെ കൂടി കാണിച്ച ശേഷം കത്തിപ്പോൾ അയച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. എന്തായാലും ഏറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ PMC പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിരുന്നു. കേന്ദ്ര ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടപ്പോൾ പോലും വാക്കാൽ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതല്ലാതെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കത്ത് കൈമാറിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനൊടുവിൽ കത്ത് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന് സമാന്തരമായി SSKയുടെ ഫണ്ടും മറ്റും സർക്കാരിന് ലഭിച്ചിരുന്നു. എങ്കിൽ പോലും മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കേന്ദ്ര മനുഷ്യവിഭവശേഷി മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് തീരുമാനമുണ്ടായത്. ആ തീരുമാനത്തിലേക്ക് വഴിതെളിച്ചത് CPI മന്ത്രിമാർ, CPIയുടെ നിയമസഭാ നേതാവ് മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ CPI മന്ത്രിമാർ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കത്ത് വൈകുന്നതിനുള്ള ആശങ്ക അതൃപ്തി അറിയിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് കത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. നേരത്തെ കത്ത് വൈകുന്നതിന് കാരണമായി സർക്കാർ പറഞ്ഞത് നിയമപരമായ പരിശോധനയും മറ്റും നടക്കുന്നുവെന്നാണ്. കത്ത് പരിശോധിക്കാനായി അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പിന് കൈമാറിയിരിക്കുന്നുവെന്നും മറ്റുമായിരുന്നു പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും 13 ദിവസം എടുക്കണോ ഇത്തരം ഒരു നടപടിക്രമങ്ങൾക്ക് എന്ന ചോദ്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും എക്സിക്യൂട്ടീവ് യോഗത്തിലും ഇന്നലെ ഉയർന്നിരുന്നു. മനഃപൂർവ്വം കത്തുവയ്ക്കാനുള്ള നീക്കമാണെങ്കിൽ ഇടപെടാനുള്ള തീരുമാനം ഇന്നലെ CPI എടുത്തിരുന്നു. ആ തീരുമാനവും 24 ആണ് പുറത്തുവിട്ടത്. എന്തായാലും ഇന്ന് രാവിലെ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബിനോയ് വിശ്വം കത്ത് അകാരണമായി വൈകിയാൽ ഇടപെടുമെന്ന കാര്യത്തിൽ കൃത്യമായി അപ്പോൾ കാണാമെന്ന പ്രതികരണം നടത്തിയിരുന്നു. അനന്തമായി കാത്തിരിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. ശ്രീജിത്ത്, പദ്ധതി മരവിപ്പിക്കണം എന്നുള്ളതാണ് കത്തിന്റെ കാതൽ. അതിനപ്പുറം മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ, അതിന്റെ കാരണങ്ങൾ, അതിന്റെ ഉള്ളടക്കം അറിയാൻ കഴിയുന്നുണ്ടോ ശ്രീജിത്ത്? ഉന്മേഷ ഉള്ളടക്കം പൂർണ്ണമായ തോതിൽ നമുക്ക് അറിയാൻ കഴിയുന്നില്ല. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. ഈ പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനോട് കേരളത്തിലെ സർക്കാരിന് LDFന് രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട്. ഇതേപ്പറ്റി പഠിക്കാൻ ഈ PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 7 മന്ത്രിസഭാ ഉപസമിതി ഇതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത് വരെ പദ്ധതി മരവിപ്പിച്ച് നിർത്തണം എന്നാവശ്യപ്പെടുന്നതാണ് അതാണ് കത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കത്ത് അതാണ് കത്തിലെ പ്രധാനപ്പെട്ട പരാമർശം. അപ്പോൾ ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കഴിഞ്ഞ 16-ാം തീയതി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകി ഒപ്പുവെച്ചെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കുറച്ച് സാവകാശം വേണം. തങ്ങൾ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയാണ്. അതുവരെ ഈ പഠനത്തിന് റിപ്പോർട്ട് വരുന്നവരെ ഇത് മരവിപ്പിച്ച് നിർത്തണം എന്നതാണ് ഈ കത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഇതോടുകൂടി ഈ വിഷയത്തിലെ ചർച്ചകളൊക്കെ അവസാനിക്കുന്നു എന്നാണ്. ഇനി ഉപസമിതിയാണല്ലോ ഇക്കാര്യത്തിൽ ഇനി എന്തു വേണം, മുന്നോട്ടേക്ക് എങ്ങനെയെന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അവർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതുമാണ്. അപ്പോഴും ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നുള്ളതാണ് ഉറപ്പിക്കേണ്ടത് ശ്രീജിത്ത്.
പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പൂർണ്ണമായും സർക്കാർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതിനുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി പഠിക്കാനായി മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ ഈ PMC പദ്ധതിയുടെ ധാരണാപത്രം ആ പദ്ധതി നടപ്പിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കണം എന്നതാണ് കേരളത്തിൻ്റെ ആവശ്യം. അപ്പോൾ പദ്ധതി നടപ്പിലാക്കില്ല എന്ന കാര്യം കൃത്യമായി സർക്കാർ അറിയിക്കുന്നില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ ഇതേപ്പറ്റി ഒരു പഠനം നടക്കുന്നു. ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ പഠന റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും PMC പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയാൻ. എന്തായാലും മന്ത്രിസഭാ ഉപസമിതിയുടെ ഷെഡ്യൂൾ ഇതുവരെയും തീരുമാനിച്ചതായി നമുക്കറിവില്ല. അനന്തമായി അനന്തമായി വൈകിയതുപോലെ 13 ദിവസം വൈകിയതുപോലെ തന്നെ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗവും ഇതുവരെയും കൂടിയിട്ടില്ല. 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയിൽ CPIM-നും CPI-ക്കും 2 വീതം പ്രതിനിധികളുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കൺവീനറായ മന്ത്രിസഭാ ഉപസമിതിയിൽ നിയമമന്ത്രി P. രാജീവും CPI-യെ പ്രതിനിധീകരിച്ച നിയമസഭാ കക്ഷി നേതാവായ മന്ത്രി K. രാജനും കൃഷിമന്ത്രി P. പ്രസാദുമാണുള്ളത്. K. കൃഷ്ണൻകുട്ടിയും AK. ശശീന്ദ്രനും കൂടി ഈ മന്ത്രിസഭാ ഉപസമിതിയിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഉള്ള അവരുടെ നിലപാട് എന്താണെന്ന കാര്യത്തിൽ ഈ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ പദ്ധതി നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ. ഈ ഘട്ടത്തിൽ മരവിപ്പിച്ച് നിർത്തുന്നു എന്ന അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിനോട് നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ സർക്കാർ കൈക്കൊണ്ടതായി നമുക്കറിവില്ല. എന്തായാലും CPIM-നും CPI-ക്കും ഒരുപോലെ വിയോജിപ്പുള്ള കാര്യമാണ് PMC പദ്ധതി. ആ പദ്ധതിയുടെ പ്രധാന ഘടകം ദേശീയ വിദ്യാഭ്യാസ നയമാണ്. അത് സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടകൾ ഉൾക്കൊള്ളുന്ന നയമാണ് എന്നതാണ് CPM-ഉം CPI-യും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിമർശനം. ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയെ നഖശികാന്തം എതിർക്കാൻ നേരത്തെ തീരുമാനിച്ചതും നിരവധി പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും വാർത്താക്കുറിപ്പുകളും മറ്റും ഇറക്കിയത്. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഈ PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സർക്കാരിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകി ഒപ്പുവെച്ചത്. അതാകട്ടെ മന്ത്രിസഭയിലും മുന്നണിയിലുമൊന്നും ചർച്ച ചെയ്യാതെയായിരുന്നു. അതാണ് രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്ന LDF-ൽ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കുന്ന ഒരു പ്രശ്നമായി ഈ PMC പദ്ധതിയെ മാറ്റിയത്. ഉന്മേഷ്, ശ്രീജിത്ത്, ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഉപസമിതി യോഗം ചേരുക, ഇതൊക്കെ ചർച്ച ചെയ്യുക, ഈ കത്തയക്കാൻ ഒരു വൈകലുണ്ടായതുപോലെ അതിനെ ആ വൈകലെന്ന് CPI തന്നെ വിലയിരുത്തിയതുമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ ഉപസമിതി യോഗവും നീണ്ടുപോകാനാണോ സാധ്യത, ശ്രീജിത്ത്? ഉന്മേഷ്, ഉപസമിതിയുടെ തീരുമാനം വന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ ഉപസമിതിയുടെ നടപടികളും മറ്റും നീണ്ടുപോകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാതെ ഉപസമിതി കൂടുകയോ അതിന് ഷെഡ്യൂൾ തീരുമാനിക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം മറ്റും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിമാരെല്ലാം അവരവരുടെ മണ്ഡലങ്ങളിലും ജില്ലകളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളെയും മറ്റും തിരക്കിലേക്ക് അമർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകട്ടെ സംസ്ഥാനമാകെ ഇതിൻ്റെ LDF-ന് വേണ്ടി പ്രചാരണം നയിക്കുന്ന ആളുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രിക്ക് സമയക്കുറവുണ്ട്. മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾക്ക് അവരവരുടെ മണ്ഡലങ്ങളിലും ജില്ലകളിലും നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും വേണം. അപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗങ്ങളും ഷെഡ്യൂളുകളും മറ്റും തീരുമാനിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിയാതെ ഇത്തരം നടപടികളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ കത്തയക്കണം എന്ന കാര്യത്തിൽ ഒരു ഉത്സാഹം കാട്ടിയതുപോലെ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയതുപോലെ ഉപസമിതി വേഗത്തിൽ ചേരണമെന്ന കാര്യത്തിൽ CPI-ക്കും അത്ര തിടുക്കമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഉപസമിതി ചർച്ച ചെയ്ത് ആലോചിച്ച് ഈ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എത്ര കാലതാമസം എടുക്കുന്നോ അത്രയും നല്ലതാണ് എന്നാണ് CPI-യുടെ ഒരു വിലയിരുത്തൽ. അവരുടെ ഒരു നിഗമനം അങ്ങനെയാണ്. കാരണം ഉപസമിതി റിപ്പോർട്ട് ഈ PMC പദ്ധതി നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന കാര്യമാണ് പ്രധാനമായും പഠിക്കുന്നത്. അപ്പോൾ ഈ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന കാര്യം പഠിക്കുന്നവരെ ഇത് മരവിപ്പിച്ച് നിർത്തണമെന്ന കത്ത് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്മേലുള്ള തുടർ നടപടികൾ മുന്നോട്ട് പോവുകയില്ലല്ലോ എന്നാണ് CPI കാണുന്നത്. അതുകൊണ്ട് ഉപസമിതിയുടെ യോഗങ്ങളും തീരുമാനവും റിപ്പോർട്ടും ഒക്കെ വരുന്നത് എത്ര കണ്ട് വൈകുന്നോ അത്രയും തന്നെ ഗുണകരമാണ് എന്ന് CPI കരുതുന്നുണ്ട്. CPI-ക്കും ഈ മന്ത്രിസഭാ ഉപസമിതി വേഗത്തിൽ ചേരണമെന്നോ നടപടികൾ പൂർത്തീകരിക്കണമെന്നുള്ള തിടുക്കം ഇല്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ആ കത്തയച്ചിരിക്കുന്നു. ഇന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത്. PMC പദ്ധതി മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണിപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.